നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. 40 വർഷം അടിയൻ അങ്ങയുടെ തിരുസന്നിധിയിൽ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ വർഷാവർഷം ഞങ്ങൾ നടത്തിയ ലക്ഷോപലക്ഷം മനുഷ്യർ പങ്കിട്ട് പ്രാർത്ഥിച്ച ജപമാല ശക്തിയുടെ അടിസ്ഥാനത്തില് അങ്ങയുടെ മക്കളുടെ കണ്ണുനീര് ഏറ്റെടുക്കണമേ. ഇന്നത്തെ ദിവസത്തിന് മുഴുവൻ വേദനകളെ, മുഴുവൻ ഭാരങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ അങ്ങ് സുഖപ്പെടുത്തുന്ന കർത്താവേ, സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ച കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ട് എന്നെ സുഖമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ കുഷ്ഠരോഗിയുടെ കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമുള്ളവനാവുകയെന്ന് നീ കുഷ്ഠരോഗിയോട് പറഞ്ഞു. വെള്ളമിളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് എനിക്ക് ആരുമില്ലെന്ന് മെസ്സേജ് രോഗി പ്രാർത്ഥിക്കുമ്പോഴേ ഞാൻ നിനക്കുണ്ടെന്ന് നീ മറുപടി പറഞ്ഞു. ഞങ്ങളുടെ രോഗങ്ങളാണ് അവൻ ഏറ്റെടുത്തത്. പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു എന്നുള്ള ചെയ്ത കർത്താവേ, നിന്റെ പേരാണ് ഞങ്ങളുടെ രക്ഷകൻ എന്നുള്ളത്. നിന്റെ രക്ഷയുടെ വലതുകരം ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബങ്ങളെ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ ആണിപ്പെടുന്ന അത്ഭുതകരം രോഗങ്ങളെ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളും, അങ്ങയുടെ മക്കളെ ഇന്ന് ഒപ്പിടുന്ന ഓരോ രേഖകളും, അങ്ങയുടെ മക്കള് ഇന്ന് കൈമാറുന്ന രേഖകള് എല്ലാം നീ ആശീർവദിക്കണേ കർത്താവേ. ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി അങ്ങനെ മക്കള് വേദനിക്കുന്ന വേദനകള്, വ്യക്തികളുടെ ഭീഷണികള്, ഓരോരോ കാര്യങ്ങള്, ടൈം ബൗണ്ടായിട്ട് നടക്കേണ്ട കാര്യങ്ങള്, രോഗബാധിതരെ, ടെസ്റ്റിന് ഓരോ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നവരെ, ബയോപ്സി കൊടുത്തിരിക്കുന്നവരെ, പ്രഗ്നന്റ് ആയിട്ടുള്ള ചേച്ചിമാരെ, ആശുപത്രിയിൽ പോകുന്നവരെ, മക്കള് ആശുപത്രിയിൽ പോകുന്നവരെ, അവർക്കെല്ലാം ശുഭോദർക്കമായ മറുപടികളും റിസൾട്ടും കിട്ടാൻ, രോഗങ്ങളൊന്നുമില്ല, കുഞ്ഞും അമ്മയും സുഖമാണെന്ന് കേൾക്കാൻ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ തിരുസ അങ്ങയുടെ നാമത്തിൽ കൊതിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ പ്രസാദിക്കട്ടെ, ദൈവത്തിന്റെ കരുണ പ്രസരിക്കട്ടെ. ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിന്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിന്റെ രക്തം പടരട്ടെ. ഇന്ന് കയറുന്ന ഓഫീസുകള്, ഇന്ന് കയറുന്ന എഴുതുന്ന പരീക്ഷകള്, ഇന്ന് വരുന്ന റിസൾട്ടുകള്, ഇന്ന് വരുന്ന ഇമെയിലുകള്, ഇന്ന് വരുന്ന മറുപടികളെല്ലാം കർത്താവ് നിനക്ക് തരുന്ന അനുഗ്രഹമായി മാറട്ടെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ നീ സഞ്ചരിക്കുന്ന വഴികള്, നീ സഞ്ചരിക്കുന്ന വാഹനങ്ങള്, നീ സംസാരിക്കുന്ന വ്യക്തികള്, നിനക്ക് കിട്ടുന്ന ഉത്തരങ്ങള്, നീ പ്രതീക്ഷിക്കുന്ന എല്ലാ നന്മകളും നിന്റെ ദൈവം നിനക്ക് പ്രദാനം ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വസ്വരും നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അത്ഭുതം നടന്നേ. മിറക്കിൾ എന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു വഴിനടത്തില്. അതായത് ഒരു മോള്, ഇതിപ്പോ എല്ലാ ദിവസവും ആൾക്കാരെ കാണുന്നുണ്ടല്ലോ, വ്യാഴാഴ്ചയും കാണത്തില്ല, ഞായറാഴ്ചയും കാണത്തില്ല, ബാക്കി എല്ലാ ദിവസവും കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നേരത്തെ അച്ഛൻ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. എനിക്ക് ചില സമയത്തേക്ക് എമർജൻസി ആയിട്ടൊക്കെ ചില സമയത്ത് ഞാൻ ആബ്സെന്റ് ആയി പോകും. എന്തെങ്കിലും ഭയങ്കര കൊടിയ ഉത്തരവാദിത്തം വരുമ്പോഴും അങ്ങനെ വരണത് കേട്ടോ. അല്ല ആവശ്യം ബോധപൂർവം കളക്ട് ചെയ്യത്തില്ല. അപ്പൊ എന്ത് പ്രശ്നം വെച്ചാല്, ഞാനൊരു ചിലരൊക്കെ നമുക്കിത് വീഡിയോ ഇടുന്നുണ്ടേ. ഞാൻ ആൾക്കാരുടെ സങ്കടങ്ങള് മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവച്ച് ശോഭപ്രമാണം ചൊല്ലി, പിന്നെ അത് എൻ്റെ പ്രത്യേക പ്രാർത്ഥന ചൊല്ലിയൊക്കെ പ്രാർത്ഥിക്കാതല്ലേ. അപ്പം ചില നിരീശ്വരന്മാരോ അല്ലെങ്കിൽ യുക്തിവാദികളോ അല്ലെങ്കിൽ വേറെ ഈ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഇത് കാണുമ്പോൾ വേറെ അവർക്ക് അവർ പറയുന്നത് തട്ടിപ്പാണ് പറ്റിപ്പാണെന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ. ഞാനതൊന്നും ശ്രദ്ധിക്കത്തില്ല. എന്നിട്ട് ഞാൻ എൻ്റെ ബോധ്യങ്ങളിലെ എല്ലാം എൻ്റെ ആയിരക്കണക്കിന് നാടുകളിലെ അനുഭവങ്ങൾ കൊണ്ടല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം. അപ്പം ഞാനൊന്നും ശ്രദ്ധിക്കത്തില്ല. കാര്യം എനിക്ക് ജനങ്ങളുടെ കണ്ണുനീര് ഈ ഉടമ്പടിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പും ഞാൻ ജനങ്ങളുടെ കൂടെ തന്നെയായിരുന്നു. അവിടെ കണ്ണുനീരും അവിടെ വിഷയങ്ങൾ കേൾക്കുകയും ഇപ്പം എൻ്റെ മനസ്സെപ്പോഴും അതിന് സമാധാനം ഉണ്ടാകണം, മനുഷ്യർക്ക് ആശ്വാസം ഉണ്ടാകണം,
അത് ദൈവത്തിന് തന്നെ വേണമെന്നാണ് എൻ്റെ നിർബന്ധം. അല്ലാതെ വേറെ ഒരു ആശ്വാസം അവർ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന് തന്നെ വേണം. ദൈവത്തിൽ ഇതിനെല്ലാം ആശ്വാസം ഉണ്ട് എന്നുള്ള ബോധ്യം എനിക്ക് പണ്ടുപോലെ കിട്ടിയിട്ടുള്ളതാണത്. അതുകൊണ്ട് അപ്പം ഞാൻ ഈ വിഷയത്തിൽ കർത്താൻ ഇടപെടാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും എനിക്ക് യാതൊരുവിധ ആരും എന്നെ തടുക്കത്തില്ല. അത്രയും ആന്തരിക ബോധ്യത്തിലാണ് വിഷയം ചെയ്യുന്നത്. ഈ ദിവസങ്ങളിൽ സംഭവം ഉണ്ടായില്ല. ഒരു മോള് അവളുടെ പിരിഞ്ഞുപോയ ഭർത്താവ് അയാള് വേറെ കല്യാണം കഴിച്ചു. ഇപ്പൊ ഭയങ്കര സങ്കടവും വേദനയുമാ. അത് കേസായി. ആ കേസ് അവക്ക് ജയിക്കണം. അതിന് അവള് എൻ്റെ അടുത്ത് ഈ ഭർത്താവിന്റെ ഫോട്ടോയാണ് തരണം. അപ്പൊ അത് ആ കുഞ്ഞിന്റെ സങ്കടം കണ്ട നമ്മുടെ ചങ്കലച്ചു പോകും. ഞാനിത് മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിച്ചപ്പോ അമ്മ എനിക്കൊന്ന് നോട്ട്, ഈ കുഞ്ഞ് തോക്കുമെന്ന കേസ് തോക്കുമെന്ന. അപ്പൊ അതെനിക്ക് അതിനൊക്കെ കൂടുതൽ പ്രശ്നമായി. ഞാൻ മകളോട് പറഞ്ഞു, മകളെ ഈ കേസ് നീ തോക്കുമെന്നാണല്ല മനസ്സിലാക്കണത് കാര്യം. എന്നിട്ട് ഞാൻ അമ്മ എൻ്റെ മനസ്സിൽ തോന്നിച്ച കാര്യം ഞാൻ അവളോട് ചോദിച്ചു. പിന്നെ നീ വേറെ ചെറുക്കനായിട്ട് നിൽക്കണ ഫോട്ടോ കോടതി പ്രസന്റ് ചെയ്യുമെന്നാണ് കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് എനിക്ക് കിട്ടിയ നോട്ട്. അമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ കിട്ടിയ നോട്ട് പ്രാർത്ഥിക്കുക. അപ്പൊ ഞാനങ്ങനെ അവളോട് ചോദിക്കണത് ഭയങ്കര സങ്കോചത്തിലാണെങ്കിലും എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോഴ് ആ കുഞ്ഞ് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, അച്ഛാ ഇയാൾ പോയില്ല, അവര് വേറെ കല്യാണം കഴിച്ച് താമസിക്കുകയാണ്. ഞാനും അതുകൊണ്ട് എനിക്കും കല്യാണം കഴിക്കണമല്ല. വീട്ടുകാരപ്പ ഒരു ആലോചന കൊണ്ടുവന്ന് ഞാൻ അങ്ങനെ ആ കല്യാണം സമ്മതിച്ചതാണ്. അപ്പൊ ഞങ്ങള് സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുത്തതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഫോട്ടോ നിന്നെ ചതിക്കും എന്നുവെച്ചാല്. അപ്പോഴുടനെ അവള് പറഞ്ഞ്, അത് അച്ഛൻ പറഞ്ഞു ശരിയാ, കാര്യം പിരിഞ്ഞുപോയ ഭർത്താവ് തന്നെയാണ് ഈ പുതിയ കല്യാണക്കാരെ ആലോചിച്ച് ഒരു ചെറുക്കനെ കൊണ്ടുവന്നത് എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായെന്ന്. ആ കല്യാണം നടന്നില്ല, പക്ഷെ ആ ഫോട്ടോ ഇവിടെ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞ് കോടതിയിലോട്ട് കൊടുക്കാനുള്ള ഉദ്ദേശമാണ്. അതിൻ്റെ അടുത്ത കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ രേഖകളൊന്നും ഇല്ലല്ലോ, രജിസ്ട്രേഷൻ ഒന്നും നടന്നിട്ടില്ല, രേഖകളൊന്നും ഇല്ല. പക്ഷെ എങ്കിലും ഒരു സംശയം ഉന്നയിക്കാൻ, ഇവള് മേൽ ഒരു ആരോപണം ഉന്നയിക്കാൻ അത് ആ ഫോട്ടോ മതിയാവും. പക്ഷെ ഞാൻ ഞാൻ പറഞ്ഞു, നീ ഉള്ള കാര്യം ജഡ്ജിനോട് പറയണം, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റും തീർച്ചയായിട്ടും. ഞാൻ കോടതിയിൽ 2-3 കേസിനൊക്കെ പോകുമ്പോ ഒരു വക്കീലെ ആൾക്കാർ ജഡ്ജിനോട് സംസാരിക്കണം. ഇന്നേ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കൊരു കേസുണ്ടേ, കടൽ കയറിയപ്പോഴ് ഗവൺമെന്റ് ശ്രദ്ധിക്കാൻ വന്നപ്പോൾ ഞാൻ ജയമാട് സമരത്തിന് പോയിട്ട് പ്രായമുള്ള ആളാണ്. എനിക്ക് വക്കീലൊന്നുമില്ല സാറേ, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് നേരിട്ട് സംസാരിക്കും ജഡ്ജിയുമായിട്ട്, മജിസ്ട്രേറ്റുമായിട്ട് നേരിട്ട് സംസാരിക്കും. അപ്പൊ അതൊക്കെ നടക്കും. അപ്പൊ കോടതിയിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞ നീയുള്ള കാര്യം